കേരളം നാളെ സ്തംഭിക്കും. കേരള മുനിസിപ്പൽ ആൻഡ് വർക്കേഴ്സ് യൂണിയൻ CITUവിന്റെ നേതൃത്വത്തിൽ നാളെ പണിമുടക്കും. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ കർഷക ദ്രോഹ നയങ്ങൾക്കെതിരെയാണ് പണിമുടക്കുന്നത്. ഇന്ന് അർദ്ധരാത്രി 12 മണി മുതൽ ദേശീയ പണിമുടക്ക് ആരംഭിക്കും. BJP സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ കർഷക ദ്രോഹ നയങ്ങൾക്കെതിരെയാണ് CITUവിന്റെ നേതൃത്വത്തിൽ പണിമുടക്ക് സംഘടിപ്പിക്കുന്നത്. PFRD നിയമം പിൻവലിക്കുക, തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾ പിൻവലിക്കുക, മിനിമം വേതനം പ്രതിമാസം 26,000 രൂപയാക്കുക, സ്കീം വർക്കേഴ്സിനെ തൊഴിലാളികളായി അംഗീകരിക്കുക, തുല്യ ജോലിക്ക് തുല്യവേതനം നടപ്പിലാക്കുക, മിനിമം പെൻഷൻ 9,000 രൂപയാക്കുക, സമഗ്ര സാമൂഹ്യ സുരക്ഷാ പദ്ധതി നടപ്പിലാക്കുക, വിലക്കയറ്റം നിയന്ത്രിക്കുക, അവശ്യ സാധനങ്ങൾക്ക് GST ഒഴിവാക്കുക, പൊതുമേഖലാ സ്വകാര്യവൽക്കരണം നിർത്തുക, അതിസമ്പന്നർക്ക് നികുതി ചുമത്തുക, കോർപ്പറേറ്റ് നികുതി വർദ്ധിപ്പിക്കുക തുടങ്ങി 17 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അഖിലേന്ത്യാ തലത്തിൽ പണിമുടക്ക് നടക്കുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാർ, പൊതുമേഖല, ബാങ്കിംഗ് മേഖല ഉൾപ്പെടെയുള്ള ജീവനക്കാർ എല്ലാം പണിമുടക്കിൽ പങ്കെടുക്കും. പണിമുടക്കിന്റെ ഭാഗമായി വിവിധ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ പ്രകടനങ്ങളും സംഘടിപ്പിക്കുമെന്ന് CITU ഒറ്റപ്പാലം കോർഡിനേഷൻ കൺവീനർ KV സന്തോഷ് പറഞ്ഞു. സംയുക്ത ട്രേഡ് യൂണിയന്റെ ആഹ്വാനപ്രകാരം നാളെ ദേശീയ പണിമുടക്ക് നടക്കുകയാണ്. 17 ഇനം മുദ്രാവാക്യങ്ങളാണ് ഇപ്പോൾ അതിൽ ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത്. പ്രത്യക്ഷത്തിൽ IMDCയും STUവും മറ്റുള്ള സംഘടനകളും ഇല്ലെങ്കിലും പക്ഷേ നാളെ പണിമുടക്കിൽ അവർ പൂർണ്ണമായും പങ്കെടുക്കുന്നുണ്ട്. ഇന്ത്യയിൽ കോടിക്കണക്കിന് തൊഴിലാളികളാണ് ഈ പണിമുടക്കിൽ അണിചേരുന്നത്. അതിൽ ഈ മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ നിരവധിയായ പോരാട്ടങ്ങൾ നടത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ കർഷക തൊഴിലാളി അതേപോലെ തന്നെ ട്രേഡ് യൂണിയൻ സംഘടനകളും സംയുക്തമായി നടത്തിയ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് കഴിഞ്ഞ തവണ BJP കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിന് 400 സീറ്റ് ലഭിക്കും എന്ന് പറഞ്ഞ സ്ഥാനത്ത് അവർക്ക് കേവല ഭൂരിപക്ഷം പോലും കിട്ടാത്തൊരവസ്ഥ വന്നിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ പഠിച്ചു വരുന്ന ഒരുപാട് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളുണ്ട്, IT മേഖലയും മറ്റുള്ള മേഖലകളിലൊക്കെ. അവരുടെയൊക്കെ ഇപ്പോഴത്തെ സ്ഥിതി, നമ്മൾ അവകാശം നിരന്തരമായ പോരാട്ടം നടത്തി ചിക്കാഗോയിൽ സമരം നടത്തി 8 മണിക്കൂർ വിനോദം, 8 മണിക്കൂർ വിശ്രമം, 8 മണിക്കൂർ വിനോദം എന്നുള്ള ആ മുദ്രാവാക്യത്തിൽ നിന്നും പോയി 12 മണിക്കൂർ മുതൽ 14 മണിക്കൂർ വരെ പണിയെടുക്കുന്ന ചെറുപ്പക്കാരുടെ കാലമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ കമ്പനികളും അതേപോലെ തന്നെ ഓരോ റെയിൽവേ അതേപോലെയുള്ള എല്ലാ സ്ഥാപനങ്ങളിലും ഇവരെ ദിവസ കൂലി അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ മണിക്കൂറിൻ്റെ അടിസ്ഥാനത്തിൽ ഡെയിലി വേജസ് എന്ന പേരിലാണ് ഇപ്പോൾ തൊഴിലാളികളെ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ സ്വകാര്യ ബസ് സമരവും നാളത്തെ പണിമുടക്കും കൂടി ജനജീവിതം ബുദ്ധിമുട്ടിലാക്കും. ഇത് സംഘടനാപരമായി പ്രതിരോധിക്കുന്നതിനും അതല്ലെങ്കിൽ അവകാശം നേടിയെടുക്കുന്നതിനും അതേപോലെ തന്നെ പറ്റാത്തൊരവസ്ഥയും അതേപോലെ തന്നെ കോർപ്പറേറ്റ് മുതലാളിമാർക്ക് സംരക്ഷണം നൽകുന്ന ഒരു തൊഴിൽ നിയമങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ലേബർ കോഡ് അടക്കമുള്ള കാര്യങ്ങൾ. ബ്രിട്ടീഷുകാരുടെ കാലത്ത് പോലും നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ലേബർ നിയമങ്ങൾ വരെ അട്ടിമറിച്ചുകൊണ്ടാണ് ഇപ്പോഴുള്ള BJPയുടെ സർക്കാർ തൊഴിലാളി കർഷക വിരുദ്ധമായ നയങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുള്ള ഒരു കർഷകൻ്റെ നുകം വെച്ച് കൂട്ടുന്ന ഒരവസ്ഥ ഇന്ത്യയിലെ ഇപ്പോഴത്തെ സർക്കാരിൻ്റെ ബോംബെയിലാണ് ഇത് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യം നടന്നത്.